താനോദ് മാതാദേവി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിൽ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഒരു അദ്ഭുത ക്ഷേത്രമുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് താനോദ് മാതാക്ഷേത്രം എന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ അദ്ഭുതങ്ങളെക്കുറിച്ചുള്ള കഥകൾ തദ്ദേശീയർക്ക് മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിനും അതിന്റെ ശക്തിയും മഹത്വവും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിഗൂഢ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1965ലെയും 1971ലെയും ഇന്ത്യ-പാക് യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം തനോട്ട് മാതാക്ഷേത്രത്തിൽ വൻതോതിൽ ബോംബാക്രമണം നടത്തി. 1965ൽ പാകിസ്ഥാൻ ഈ ക്ഷേത്രത്തിൽ ഏകദേശം 3000 ബോംബുകൾ വർഷിച്ചുവെന്ന് പറയപ്പെടുന്നു. അതിൽ 450 ബോംബുകൾ ക്ഷേത്രപരിസരത്ത് വീണു, പക്ഷേ ഒരു ബോംബ് പോലും പൊട്ടിത്തെറിച്ചില്ല. അതുപോലെ 1971ലും ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു, പക്ഷേ ബോംബുകളൊന്നും പൊട്ടിത്തെറിച്ചില്ല. പാകിസ്ഥാൻ സൈന്യം വർഷിച്ച ഈ ബോംബുകൾ ഇപ്പോഴും ഈ ക്ഷേത്രത്തിലെ മ്യൂസിയത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. തദ്ദേശീയ വിശ്വാസമനുസരിച്ച് ക്ഷേത്രത്തെയും അവിടെ വിന്യസിച്ചിരുന്ന പട്ടാളക്കാരെയും സംരക്ഷിച്ചത് താനോദ് മാതാദേവിയാണ്. 1965ൽ ഈ പ്രദേശം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തി. പാകിസ്ഥാൻ സൈന്യം പോലും നമ്മുടെ അതിർത്തിയിലേക്ക് 4 കിലോമീറ്റർ കടന്നിരുന്നു. ഇതിനുശേഷം ഇന്ത്യൻ സൈന്യം ചെറുത്തുനിൽക്കുകയും പാകിസ്ഥാൻ സൈന്യത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി അവർ പിൻവാങ്ങി. ഇതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഉത്തരവാദിത്തം അതിർത്തി സുരക്ഷാ സേന BSF ഏറ്റെടുത്തു. ഇന്നും ക്ഷേത്രം പരിപാലിക്കുന്നത് BSF ജവാന്മാരാണ്. അവർ ക്ഷേത്രം വൃത്തിയാക്കുകയും ദിവസേന ആരതി സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിനുശേഷം ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായി.